ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത് നമ്മൾ മിസ്റ്റർ മീറ്റ് ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അതിന് മുമ്പേ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് കളി തുടങ്ങാം ഗൈസ്. യെസ്, നമ്മൾ വണ്ടിയിൽ വരികയാണ്. മിസ്റ്റർ മീറ്റിൻ്റെ അവിടെ വന്നിട്ടാ. ഓക്കെ, വാതിലോർന്നു. ഇനി നമുക്ക് പോകാൻ പറ്റില്ല. ഗൈസ്. ഓക്കെ, ഇതൊന്ന് തേങ്ങ. ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യണം. എന്നിട്ട് വാതിലുറക്കുക. തോക്ക് എവിടെയെങ്കിലൊക്കെ ഇടാം. എന്നിട്ട് നമുക്ക് ഇതിൽ കൂടെ പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്. എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇത്രയും ഡ്രോയേഴ്സ് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതിൽ ഒരു തേങ്ങ ഉണ്ടാവാറില്ല. വെറുതെ മനുഷ്യനെ പ്രാന്താക്കാനായിട്ട്. ഓക്കെ, ഈ മിസ്റ്റർ മീറ്റ് കളിക്കാൻ നേരത്തെ ആകെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നോക്കിയാലും ഇങ്ങനെ പരസ്യം വരും. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. നമ്മൾ സീരിയസ് ആയിട്ട് കളി തുടങ്ങും. പ്ലേയേഴ്സ് കിട്ടി നമ്മൾ സീരിയസ് ആയിട്ട് കളിക്കാൻ പോകുമ്പോഴായിരിക്കും ഈ പരസ്യങ്ങൾ വരും. നമുക്കപ്പം ടെൻഷൻ ആവില്ലേ? അതാണ് പ്രശ്നം. ഇതെന്താ പരസ്യം വരുന്ന? ഇവിടെ ഒന്നുമില്ല. കോഡ് കിട്ടിയിട്ടുണ്ട്. അതാണ് തോന്നുന്നത്. ഞാൻ മറന്നുപോയി നിങ്ങളുടെ അടുത്ത് എങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത്. കുറേ ആയില്ലേ നമ്മളിങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഓക്കെ, പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? ഗൈസ്, ആ ഫോണുണ്ടോ? ആ ഫോണിലൂടെ നമ്മൾ പോലീസിനെ വിളിക്കണം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റെബേക്ക എസ്കേപ്പാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ നമുക്ക് നോക്കാം. ഇനി നമുക്ക് കമല കളിച്ച് നോക്കണം ഗൈസ്. കമല പേടിയാണ്, പക്ഷെ നമ്മൾക്ക് വെറുതെ കളിച്ച് നോക്കാം. ഓക്കെ, ഇതെന്ത് തേങ്ങ. ഓക്കെ, കമല കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് തോറ്റാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കമല കളിക്കാൻ നോക്കാം ഗൈസ്. അധികം നേരമൊന്നും നിൽക്കില്ല, ഞാൻ കുറച്ച് നേരം നിൽക്കില്ല. എസ്കേപ്പ് ആവാൻ പറ്റി വെച്ചാൽ എസ്കേപ്പ്. ഈ ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിൻ്റെ താഴെ അതിങ്ങനെ എന്താ പറയുക, അതിങ്ങനെ പൊട്ടിച്ച് വെച്ചല്ലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഗൈസ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കണം? ഇവിടെ ഒന്നുമില്ല. ഓക്കെ, നന്നായി. ഇവിടെ ഗ്രീൻ കീ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഗ്രീൻ കീ തുറക്കണ ഗൈസ്. തുറന്നിട്ട് ഇവിടെ ഇല്ല. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, ഇവിടെ പോവാം. ഇവിടെ പോയിട്ട് നമുക്ക് ചാടാൻ ചാടാം. അടിയിട്ട് ഇവിടെ നിന്ന് അവിടേക്ക് ജമ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് അവിടേക്ക് ജമ്പ് ചെയ്യാം. എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ് തോന്നുന്നു. രാവിലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ് തോന്നുന്നു. ഞാൻ എനർജറ്റിക് ആയിട്ടില്ല. എപ്പോഴും ഇൻട്രോ പറയുമ്പോൾ മാത്രമേ എനർജറ്റിക് ഉള്ളൂ. ഇയാളെ കൊണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തുറക്കാം ഗൈസ്. എന്താ ഗൈസ്, എന്തൊക്കെയോ ഇത്
എന്ത് സാധനം, എന്തോ സാധനം, എന്തോ ഒരു തൈലം ഗൈസ്, പച്ചത്തൈലം. നമുക്ക് മിസ്റ്റർ മീറ്റിന് ഒരു 120 സെക്കൻഡിക്ക് നമുക്ക് മോളിക്ക് വിട്ടാലോ? എൻ്റെ ഇതിൽ, അതായത് ഗ്രാനിയൊക്കെ കളിക്കുമ്പോൾ 30 സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ. മിസ്റ്റർ മീറ്റ് കളിക്കുമ്പോൾ കണ്ട 120 സെക്കൻഡ്സ് ഉണ്ട്. പക്ഷെ ഗ്രാനിനെ പോലെ അല്ല ഇയാൾ ഒരു വൃത്തിയായിട്ട സാധനമാണ്. മനുഷ്യന് ഒളിയാൻ കുറച്ചിത് വേണ്ട, സ്ഥലങ്ങളൊക്കെ വേണ്ട. ഇത് ഒളിയ സ്ഥലമൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലത്തെ അൽമാറുകളുണ്ടാവും. എന്താ വഴിയോ അത്ര എന്നെ രക്ഷിച്ചിട്ട് വേണം എനിക്ക് പോവാൻ. നീ അതിലേറെ. ഓ, ഇയാള് അവിടെ നിന്ന് വന്നു, കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇല്ല തോന്നുന്നു. ഒന്നുമില്ല. ഇവിടെ ഇതൊരു തേങ്ങയില്ല ഗൈസ്. അപ്പം നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവാം. ഒന്നുമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ പോയി നോക്കി, എല്ലാം ഇവിടെ സെർച്ച് ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ പെണ്ണുമ്പിളിനെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷിക്കണം. ആ കുട്ടീനെ രക്ഷിച്ചാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. റബേക്കനെ പെണ്ണിനെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷിച്ചേ പറ്റൂ. അങ്ങനത്തെ പേര്. ഇത് എന്താണെന്നറിയോ? മറ്റേ പന്നിയില്ലേ, പിഗ്. അതിൻ്റെ അവിടെ പോയിട്ട് അത് തിന്നുന്ന ഫുഡ് ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ എന്താണ് ഈ മരുന്ന് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇതെന്താ മിസ്റ്റർ മീറ്റ്? മരുന്ന് നമ്മൾ ഇട്ട് കൊടുക്കണം ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പന്നി പൂപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം? അത് എടുത്തിട്ട് കൊണ്ട് പോകണം ഗൈസ്. ഇതൊന്നും ഇങ്ങനത്തെ കളിയെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഈ റൗണ്ടിക്ക് എന്തിനാ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. ഏത് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല ഈ റൗണ്ടിക്ക് വെച്ചിട്ട് എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, അറിയുകയാണെങ്കിൽ ഈ സംഭവം. ഇതെവിടേക്കാണ് ഞാൻ പോണു? ഓ, പിക്ക് എവിടെ? പന്നി കണ്ട ഗൈസ്, തിങ്ങനുണ്ട് പന്നി. 2 പന്നിയുണ്ട് മൊത്തത്തിൽ. പക്ഷെ എന്നാൽ ആദ്യം ഞാൻ കാണുന്ന ഒരു പന്നിനെ കാണുന്നുള്ളൂ. ഓക്കെ, ആ പന്നി, രണ്ടാമത്തെ പന്നി എവിടെയാണോ എന്ന് അറിയില്ല എനിക്ക്. ഓക്കെ, ഇവിടെ ചുറ്റിക്കറങ്ങേണ്ടത് ഇതാ ഗൈസ്, പിക്കിൻ്റെ തൂപ്പ്. ഓക്കെ, നമ്മുടെ മലയാളത്തിൽ പറയണ്ടല്ലോ, മനസ്സിലാവൂല്ലോ നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? ഓക്കെ, ആ സാധനം ഞാൻ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മിസ്റ്റർ മീറ്റിനെ ഉറക്കിയിട്ടുമുണ്ട്. ഇനി ഇതെന്തിനാണെന്ന് വെച്ചാൽ റബേക്കിൻ്റെ ഈ കേജ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു റോപ്പും വേണം, പിന്നെ ഈ സാധനവും വേണം. ഫസ്റ്റ് റോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് ഇവിടെ ഡ്രോയർ കീ വേണം ഗൈസ്. ഇതിൻ്റെ ഉള്ളിലുണ്ടാ എന്താണത്? മിസ്റ്റർ മീറ്റ് ഡ്രോയർ കീ. യെസ്, മിസ്റ്റർ മീറ്റിൻ്റെ ഡ്രോയർ തുറന്നിട്ട് നമുക്ക് അവിടെ നിന്ന് റോപ്പ് എടുക്കണം ഗൈസ്. അവിടെ നിന്ന് റോപ്പ് എടുത്തിട്ട് പിന്നെ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം വേണം അതിന് തുറക്കാൻ. എന്താണ്? മേലിയൻ ക്ലർക്കല്ല, റബേക്കന് ചെയ്യാൻ.
റെബേക്ക ആരാറ് മിസ്റ്റർ മീറ്റിന്റെ സ്വന്തം മോളിനെയാണ് ഇയാൾ പന്നി പോലെ ആക്കി വെച്ചിരിക്കുന്നത്. ഇയാൾ എന്താണോ ആവോ ചെയ്യുന്നത്, ഇയാൾക്ക് പ്രാന്താണോ അത് ഇയാൾ സൈക്കോ ആണോ എന്നറിയില്ല. സ്വന്തം മോളിനെയൊക്കെ ആരെങ്കിലും പന്നി പോലെ ആക്കി വെക്കുമോ? നിങ്ങൾ പറ. അപ്പൊ ഇങ്ങനെയൊക്കെ കാട്ടി വെച്ചത് പ്രാന്തല്ലേ? സത്യം പറ, അത് പ്രാന്തല്ലേ? ഓക്കെ, നമ്മള് മിസ്റ്റർ മീറ്റിന്റെ മോളിനെ കേജിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ, നമുക്കിനി പോവാം. ലക്കി ബക്കറ്റ് വേണം ഗൈസ്. എന്തിനറിയാം, നമുക്ക് റെഡ് പൊല്യൂഷനും കൂടെ വേണം. ഓക്കെ, റെഡ് പൊല്യൂഷൻ വേണം നമുക്ക്. ഹായ് മിസ്റ്റർ മീറ്റ്, എണീറ്റ. ഇതെങ്ങനെ ഇയാളിപ്പോൾ ഇത്രയും പെട്ടെന്ന് എണീറ്റ ഗൈസ്? അയ്യോ, റബേക്ക തോന്നുന്നുണ്ട്. റബേക്കിനെ ഞാൻ കണ്ടുവച്ച പണി പാടും. റബേക്ക കിടന്ന് ഒച്ചയുണ്ടാക്കി ആൾക്കാരനെ വിളിക്കും. ഇതിൽ നമുക്ക് നോക്കണം. അതിൽ നമുക്ക് ഗ്ലൗസ് എടുത്തിട്ട് വരണം ഗൈസ്. ഗ്ലൗസ് എടുത്തിട്ട് വരണം. ഗ്ലൗസ് എടുത്തിട്ട് വന്നിട്ട് ആ ബക്കറ്റ് എടുക്കണം ഗൈസ്. ബക്കറ്റ് എടുക്കണം. ഓക്കെ, ആ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ റെഡ് പൊല്യൂഷൻ ഫില്ല് ചെയ്യണം. ഇതിൽ അവിടെ റെഡ് പൊല്യൂഷൻ ഉണ്ടല്ല, ഇതാണ് റെഡ് പൊല്യൂഷൻ. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ വീണ്ടും അത് എൻട്രി. ഓക്കെ, കറക്കിക്കോളൂ, വീണ്ടും കറക്കൂ. ഓക്കെ, റെഡ് പൊല്യൂഷൻ ഫില്ലായോ നോക്കട്ടെ. യെസ്, ഫില്ലായിട്ടുണ്ട് റെഡ് പൊല്യൂഷൻ ഫൈനലി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ റൂമിൽ കൊണ്ടുവരണം ഗൈസ്. റെഡ് പൊല്യൂഷനും കൂടെ ഇവിടെ ഇട്ട് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് മറ്റേ സയൻറ്റിസ്റ്റിനെ വിളിക്കാം. പണി പാടാതെ ഇരുന്നാൽ മതിയെന്ന് മിസ്റ്റർ മീറ്റ് കാണാതിരിക്കുന്നു ഗൈസ്. ആ സയൻറ്റിസ്റ്റ് വന്നു. ബാ ആരുമില്ല. മിസ്റ്റർ മീറ്റിനെ ഞാൻ ഉറക്കിയിരിക്കണം. ബാ. അയ്യോ, ആളെ കൊണ്ട് തോറ്റല്ല. മിസ്റ്റർ മീറ്റ് ഇല്ലല്ലേ? മിസ്റ്റർ മീറ്റ് ഇല്ല തോന്നുന്നു. എണീറ്റിട്ടില്ല തോന്നുന്നു അല്ലേ? അയ്യോ, എണീറ്റടാ മിസ്റ്റർ മീറ്റ്. പോവല്ലേ. അയ്യോ, പോയി. മിസ്റ്റർ മീറ്റ് പോയി. അവനോട് അയ്യോ, ആനെ കൊന്നു. ആകെ 3 ബുള്ളറ്റ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ബുള്ളറ്റിന് ഞാൻ തൊലച്ചിട്ടുണ്ട്. അടിപൊളി. തൊലക്കല്ല, കഴിഞ്ഞു ഗൈസ്. നമ്മുടെ ഗ്രാനിയിലൊക്കെ ആണെങ്കിലോ ബുള്ളറ്റ്സ് നമുക്ക് കിട്ടും. പക്ഷെ എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ബുള്ളറ്റ്സ് കിട്ടില്ല. റബേക്ക എവിടെയാണ് ഈ റബേക്ക പോയത് ഗൈസ്? എൻ്റെ വീട്ടിൻ്റെ അവിടെ എന്തോ മുറുക്കിയാണ് തോന്നുന്നു. എൻ്റെ സൗണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ പറയുന്ന കമൻറ്റിൽ. റബേക്ക വരൂ മോളെ, വാ. ദേ പോണ് കുട്ടി പിശാച്ച്. ഇങ്ങോട്ട് എന്നിട്ട് തന്ന എങ്ങനെ എണ്ണീറ്റ് വെച്ച് എന്നെ കൊന്നുകളയും. എന്നെ ഒന്നല്ല, ആ സയൻറ്റിസ്റ്റ് ബാബു എന്ത് ചെയ്ത് സയൻറ്റിസ്റ്റിനൊക്കെ ഓടിപ്പിച്ചു വിടുന്നുണ്ട്. അപ്പം ആ കഴിച്ചു ലാസ്റ്റ് ആവാന്നിടത്തല്ല, ഇപ്പം എങ്ങനെയൊക്കെയാണ് തോന്നുന്നു. അപ്പം അന്ന് എങ്ങനെ കണ്ടുവച്ചാൽ കുത്തിക്കൊല്ലുന്നു. ഞാൻ പിടിയില്ല. എന്നിട്ട് ഓക്കെ, അതവിടെ ഇരുന്ന് തിന്നാം. ഞാൻ സയൻറ്റിസ്റ്റിനെ ഒന്നും കൂടെ വിളിച്ചിട്ട് വരാം. നമ്മുടെ മിസ്റ്റർ മീറ്റ് അവിടെ കിടക്കുന്നില്ലേ? ഇങ്ങനെ വരുമ്പോഴാണ് എനിക്ക് പിടിക്കേണ്ടതാണ്. ഓക്കെ, അവിടെ തന്നെ കിടന്നു മിസ്റ്റർ മീറ്റ്. എനിക്കേ വേണ്ട.
Hey, I'm close here. ഓക്കെ Come see me at the front. ബോധം കിട്ടി സയന്റിസ്റ്റ് എവിടെ സയന്റിസ്റ്റ് വാ 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 സയന്റിസ്റ്റ് I ആ safe ഓക്കെ place where I can work on the cure. വരി സയന്റിസ്റ്റ് വാ ഇതെന്ത് കഷ്ടാണ് റബേക്കിനെ റബേക്കിനെ മാത്രം നീ കൊണ്ടുവന്നാൽ പോരല്ലോ ഈ സയന്റിസ്റ്റിനെയും കൊണ്ടുവരണല്ലോ അതൊരു പാട് തന്നെയാണ് guys. എവിടെ അയ്യോ മിസ്റ്റർ മീറ്റ് അയ്യോ ഇതെന്താ കൊക്കിരിയോട്ടില്ല എടാ ഓടിപ്പിച്ചു വിടില്ലടാ അയ്യോ സൈഡിസ്റ്റിനെ ഒരൊറ്റ അടിക്ക് ഓടിപ്പിച്ചു വിടടാ മുമ്പോ ഞാൻ പറഞ്ഞില്ല guys. ആ റബേക്ക് കാരണമാണ് എല്ലാ പ്രശ്നവും കൊക്രി എന്നെ കണ്ടിട്ട് എല്ലാം കാട്ടിയില്ലേ നീ നോക്കിക്കോ മോനെ ഞാൻ എന്തായാലും റബേക്കിനെയും കൊണ്ടേ പോവുള്ളൂ നോക്കിക്കോ എന്തായാലും ഞാൻ റബേക്കിനെ കൊണ്ടേ എസ്കേപ്പ് ആവുള്ളൂ ആ സയൻറ്റിസ്റ്റിനെ ഇവിടെ വരുത്തുകയും ചെയ്യും ഇവിടെ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയും ചെയ്യും റബേക്ക് ആ മരുന്ന് കുടിക്കുകയും ചെയ്യും ആ എന്നെ കൊണ്ടാ കളി അവൻ നോക്ക് ഗൈസ് എന്നെ കൊക്രി കേട്ടു ഗൈസ് എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തി പോലും ചെയ്യില്ല അപ്പോഴാണ് ഇവൻ ചെയ്യുന്നത് ഇവന് ഞാൻ കൊടുങ്ങിയെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് ഗൈസ് അവൻ പോണ്ട അങ്ങനെ പോ ഗൈസ് ഇനിയിപ്പോൾ എന്ത് സാധനങ്ങൾ വേണ്ട ഓക്കെ നമുക്കിനി ബുള്ളറ്റ് തീർന്നു ഗൈസ് അപ്പോൾ നമുക്ക് ഇനി നമുക്കിവിടെ പൊട്ടിക്കാം എന്നിട്ട് അവിടെ പോവാം ഗൈസ് അവിടെ പിഗിൻ്റെ അവിടെ പോവാം പിഗിൻ്റെ അവിടെ പോണേ കണ്ടിട്ടുണ്ട് നമുക്ക് പ്ലേയേഴ്സും കൂടെ വേണം ഓക്കെ പ്ലേയേഴ്സും കൂടെ വേണം അതിന് മുമ്പ് ഹാമർ അടിച്ചിട്ട് നമുക്കുണ്ട് ഓക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഈ ഏത് ആനെ ഈ മിസ്റ്റർ മീറ്റിനെ ഹാമർ വെച്ച് തലമണ്ടടിച്ച് പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായത് ഓ പൊട്ടിക്കാൻ ഗ്യാസ് പൊട്ടിച്ച ഗ്യാസ് തലമണ്ടടിച്ച് പൊട്ടിക്കാൻ പറ്റും ഇയാളുടെ സൗണ്ട് കേട്ട് ഇപ്പം അവൻ ഇവിടെ വന്നിങ്ങോട്ട് നോക്കും നമ്മുടെ ഗ്രാനിയൊക്കെ ICU എന്നല്ല പറയാം പക്ഷെ നമ്മുടെ മിസ്റ്റർ മീറ്റിന് കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉണ്ട് തോന്നുന്നു ഹു ഇസ് ദാറ്റ് പിന്നെ ലിറ്റിൽ മാൻ പിന്നെ വേർ ആർ യു ഓക്കെ ഇതൊക്കെ പറയും അതുപോലെ തന്നെ ഗ്രാനിയും വേർ ആർ യു ICU അങ്ങനെ പറയും പിന്നെ ചിക്കൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ ഒന്നും എനിക്ക് ഗ്രാനിൻ്റെ അത്ര വേറെ ഏത് ഗോസ്റ്റസും വരില്ല ഗൈസ് ഗ്രാനി എന്തൊരു പാവമാണ് പാവം പറഞ്ഞാൽ പാവം ആ കളവനാണ് പാവല്ലാത്ത പാവം ഇപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ പുട്ടും കടലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ് അതാ നിങ്ങൾ ഫ്രാങ്ക്ലിൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് വേറെ യൂട്യൂബേഴ്സിന് കാണുന്നില്ല ഞാൻ കാണുന്ന യൂട്യൂബേഴ്സിനെ കണ്ടു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുട്ടും കടലൊക്കെ വെച്ച് കൊടുക്കും പാവമാണ് ഗൈസ് എന്താ ഗൈസ് നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ അവിടെ പോയി മിസ്റ്റർ മീറ്റ് ഇങ്ങനെ കളിച്ച് ശരിക്കും പറഞ്ഞാൽ ഗ്രാനിയും ഗ്രാൻഡ്പയൊക്കെ പാവമാണ് മിസ്റ്റർ മീറ്റിനെ വെച്ചു ഇത്രയും നന്നായി ഇത്രയും കഷ്ടപ്പെടുത്തുന്നൊന്നും ഇല്ല ഗൈസ് ഗ്രാനിയും ഗ്രാൻഡ്പയൊക്കെ പാവമാണ് സൗണ്ട് ഇങ്ങനെ ഓക്കെ നമുക്ക് ആപ്പിളുണ്ടേ അവിടെ കൊണ്ടുപോയി ഈ കുരുത്തങ്ങാട്ട സാധനം ഇവിടെ വരാൻ പറഞ്ഞു വെച്ചാൽ അവിടെ പോവും അവിടെ വരാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ പോവും എന്താ ഈ പെണ്ണിൻ്റെ സൂക്കുകൾ പോയില്ലോ അവിടെ ഇട്ട് വെച്ചാൽ അവൾ വരുമോ എവിടെ നമുക്ക് സയൻറ്റിസ്റ്റിനെ വിളിക്കാം അല്ലെങ്കിൽ ഇതെന്തൊക്കെയാണ് വരുന്നത് ഹിംസ എനിക്കൊരു തേങ്ങയും വേണ്ട സയൻറ്റിസ്റ്റ് വാ സയൻറ്റിസ്റ്റ് ഇയാളെവിടേക്കാണ് പോകുന്നു എന്താ സൗണ്ട് ഉണ്ടാക്കണം ഈ കൈ വെച്ച് ഇങ്ങനെ തുഴയ്ക്കലാണ് എനിക്ക്
ഭ്രാന്ത് വേണം. ഞങ്ങൾ പോവുകയും വേണം, കൈവച്ച് ഇയാളിനെ ഇതാക്കുകയും വേണം പറഞ്ഞ് വരീന്ന്. മിസ്റ്റർ മീറ്റ് പെട്ടെന്ന് എണീക്കും. നിങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോയി വെച്ച് ഇതേപോലെ തന്നെ ആ പോലീസും. എന്തൊരു കഷ്ടമാണിത്. ഇത് ഗ്രാൻഡ് ഫിനെക്കാട്ടും ഭയങ്കര കഷ്ടമാണ് ഈ സയൻറ്റിസ്റ്റും പോലീസൊക്കെ. ശരിയല്ല. മിസ്റ്റർ മീറ്റ് കിടക്കണം. മിസ്റ്റർ മീറ്റ് കിടക്കണം. ഇവിടെ സയൻറ്റിസ്റ്റ് എവിടെ? എടാ സയൻറ്റിസ്റ്റേ വാടാങ്ങട്. ഗൈസ് ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അയ്യോ ഈ മിസ്റ്റർ മീറ്റിൻ്റെ ഇത് പോയാ? സയൻറ്റിസ്റ്റ് പോയാ? കേറിയാ? സയൻറ്റിസ്റ്റ് എവിടെ? ഞാൻ വാലടിച്ചിട്ട് എന്തിനാടാ? സയൻറ്റിസ്റ്റ് എവിടെ പോയി? സയൻറ്റിസ്റ്റ് എവിടെ പോയി? അയ്യോ മിസ്റ്റർ മീറ്റ് എണീറ്റ. സയൻറ്റിസ്റ്റ് അവിടെ പോയി. ഈ പരസ്യം എനിക്ക് പരസ്യം പിടിക്കണല്ലോ ഗൈസ്. സയൻറ്റിസ്റ്റ് ഇവിടെയോ? ഇതെന്താ ഗൈസ്? ഓക്കെ ഓക്കെ നോക്കുന്നുണ്ട് ഗൈസ്, നോക്കുന്നുണ്ട് സയൻറ്റിസ്റ്റ്. ഞാൻ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ നോക്കുന്നുണ്ട്. വേഗം ഇപ്പം നോക്ക് സയൻറ്റിസ്റ്റേ. ഞാൻ റെഡ് പൊല്യൂഷനും പിന്നെ പിഗിൻ്റെ പൂപ്പൊക്കെ ഓരോരു ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി സയൻറ്റിസ്റ്റ് അത് വെച്ചൊരു മരുന്നുണ്ടാകും ഗൈസ്. മരുന്ന് ആ മരുന്ന് സയൻറ്റിസ്റ്റ് ആർക്ക് കൊടുക്കും? റെബേക്കയ്ക്ക് കൊടുക്കും. റെബേക്ക അത് വന്ന് കുടിക്കും. ഓക്കെ ഫൈനലി ഹൃദയക്ക് രക്ഷപ്പെട്ടു. പക്ഷെ ഇതെന്താ ഗൈസ് നട പൊളിച്ച് നിൽക്കണ ഇയാള് സയന്റിസ്റ്റേ. ഇല്ലാതെ സ്പീഡ് നോക്കി കിട്ടിയത് നോക്കി. അപ്പോൾ സയന്റിസ്റ്റിന് ഗൈസ് ഫൈനലി നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.